നമസ്കാരം. ആരണ്യ വിഷൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേഴാമ്പലിനെക്കുറിച്ച് പറയുവാനായി ഇന്ന് എത്തിയിരിക്കുന്നത് വനം വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ചറായി വിരമിച്ച വനമിത്ര അവാർഡ് ജേതാവായ സർവോപരി ഒരു നല്ല പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ചിറ്റാർ ആനന്ദനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ വേഴാമ്പലിനെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. നമ്മൾക്ക് നമ്മുടെ പക്ഷികളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എല്ലാ പക്ഷികളെയും കുറിച്ച് ഒരു 10 പക്ഷികളെക്കുറിച്ചെങ്കിലും അറിയാം. ഞാൻ ഈ പരിസ്ഥിതി ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, ഒരു 10 പക്ഷിയുടെ പേര് പറയാൻ പറഞ്ഞാൽ മിക്കവരും 5 പക്ഷികളുടെ പേരൊക്കെ പറയും സാധാരണ. ബാക്കി നമ്മുടെ പക്ഷികളെക്കുറിച്ചൊന്നും അവർക്ക് അങ്ങനെ പറയുന്നില്ല. പോരെങ്കിലേ അവരെ യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രവർത്തകരും അല്ലാതെ തന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുകളുമൊക്കെ കുട്ടികൾക്ക് ക്യാമ്പ് വെക്കുകയും അവയർനെസ് കൊടുക്കുകയും വനംവകുപ്പ് അവയർനെസ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പക്ഷികൾ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഈ പക്ഷികളെക്കുറിച്ച് നമുക്ക് അറിവ് കൊടുക്കുന്നത് വളരെ സന്തോഷമാണ്. നമുക്ക് വേഴാമ്പലിനെക്കുറിച്ച് ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് പറയാം. 4 ഇനം വേഴാമ്പലുകൾ, ഒരു ഫാമിലിപ്പെട്ട 4 ഇനം വേഴാമ്പലുകളാണ് നമ്മൾ കാണുന്നത് ആണല്ലോ. ഇദ്ദേഹം വനംവകുപ്പ് ജോലി ചെയ്തുകൊണ്ട് ഇദ്ദേഹം പ്രധാനമായിട്ടും മലമുഴക്കി വേഴാമ്പലിനെ കണ്ടിട്ടുണ്ടാവും, നാട്ടുവേഴാമ്പലിനെയും കണ്ടിട്ടുണ്ടാവും. മലമുഴക്കി ഇത് ഈ നാട്ടിലെ നമ്മൾ കാണുന്ന കോഴി വേഴാമ്പലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ എൻഡമിക്കായിട്ടുള്ള നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന വേഴാമ്പലാണ് കോഴി വേഴാമ്പൽ. അത് ഈ കാടിൻ്റെ എവർഗ്രീൻ ഫോറസ്റ്റിലും സെമി എവർഗ്രീൻ ഫോറസ്റ്റിലും ഈ ഫോറസ്റ്റിനോട് സമീപ പ്രദേശങ്ങളിലും നമുക്ക് ഈ കോഴി വേഴാമ്പലിനെ കാണാൻ സാധിക്കും. അതൊരുമാതിരി ഗ്രേ നിറത്തിലുള്ള കോഴി വേഴാമ്പൽ. അത് ഈ നമ്മുടെ ഈ നാട്ടിലൊക്കെ മൽബറി അത് ഓമയ്ക്ക തിന്നാനും മൽബറിക്ക തിന്നാനും ഒക്കെ ഈ കാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൻ പ്രദേശത്തേക്ക് അത് വരും. ഗ്രേ ആയതുകൊണ്ടാണ് സാർ അതിനെ മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറയുന്നത്. അതെ, മലബാർ ഗ്രേ ഹോൺബിൽ എന്നാണ് അതിനെ കോമൺ നെയിം പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ നമ്മുടെ കോമൺ ഗ്രേ ഹോൺബിൽ അത് നാട്ടുവേഴാമ്പൽ നാട്ടുവേഴാമ്പലിൻ്റെ പ്രത്യേകം ചോദിച്ചാൽ ഇതിനെ തിരിച്ചറിയാൻ അല്പപ്രയാസം. മകുടമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് നാട്ടുവേഴാമ്പലാണോ അത് കാട്ടുവേഴാമ്പലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകും. പിന്നീട് നമുക്കുള്ളത് ഈ മലമുഴക്കി വേഴാമ്പലാണ്. അത് വനത്തിൽ മാത്രമേ എവർഗ്രീൻ ഫോറസ്റ്റിലും സെമി എവർഗ്രീൻ ഫോറസ്റ്റിലും എന്നാൽ ഇതിനെ കാണാറുണ്ട്. പമ്പ വനത്തിലുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ പമ്പ വനത്തിലുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ നമ്മുടെ അച്ചൻകോവിലിൻ്റെ തൊട്ടടുത്തുള്ള ഈ ചേമ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അധികാര പരിധിയിലുള്ള സ്ഥലത്ത് ചിറ്റാർ എന്ന് പറഞ്ഞ അപ്പം അവിടെയുണ്ട് മലമുഴക്കി വേഴാമ്പൽ. ഈ വേഴാമ്പൽ മിക്കവാറും ഈ ആൽമരമുള്ള സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് കാണുക. ഇത് കൂടുതലായും കൂട്ടത്തോടെയാണ്. ഇത് കൂട്ടത്തോടെ പറന്നു പോകുന്ന പ്ലെയിൻ പോലെ പോകുന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം ഇതിൻ്റെ ചിറകിലെ ഈ പറക്കുമ്പോൾ ഈ ചിറകിലൂടെ വായു ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ചിങ്ങനെ പോകുമ്പോൾ ആ ശബ്ദമാണ് ഇത്രമാത്രം ഒരു അങ്ങനെ മലമുഴക്കി വേഴാമ്പൽ വലിയ ശബ്ദം മുഴക്കിക്കൊണ്ടാണ് ഇത് പോകുന്നത്. മലമുഴക്കി വേഴാമ്പലെന്ന് ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ. അതിനാണ് ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ എന്നാണ് അതിൻ്റെ കോമൺ പേര്. ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബില്ലാണ് അതിൻ്റെ സാധാരണ സംസ്ഥാന പക്ഷിയും അത് തന്നെയാണ്. അതായത് നമ്മുടെ കേരള സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അതിനെ 1972 വന്യജീവി നിയമത്തിൽ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത്രമാത്രം മൂല്യമുള്ള പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. വംശനാശ ഭീഷണി എൻഡേഞ്ചേർഡ് സ്പീഷീസ് അത് വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസാണ്. അതുപോലെ തന്നെ റെഡ് ഡേറ്റ ബുക്കിൽ IUCN ആണ്, അന്താരാഷ്ട്ര ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ IUCN റെഡ് ഡേറ്റ ബുക്കിൽ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലിനെ റെഡ് ഡേറ്റ ബുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഒപ്പം തന്നെ അതിന് സമാനമായി കാണുന്ന അതിന് സദൃശ്യമുള്ള മറ്റൊരു പക്ഷിയാണ് ഈ പാണ്ടൻ. മലബാർ പൈഡ് ഹോൺബിൽ എന്നാണ് അതിൻ്റെ കോമൺ നെയിം.
അപ്പം അത് സാധാരണ ഈ കോമൺ നെയിം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പ്രാദേശിക നാമത്തിനുപരി ബാക്കി എല്ലാവർക്കും ഈ കോമൺ നെയിം ഉപയോഗിച്ച് അറിയാൻ ഉള്ള വളരെ സഹായമാകും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ചോദിച്ചാൽ അതിൻ്റെ മകുടിയില്ലേ, ഈ മലമുഴക്കി വേഴാമ്പലിന് മകുടിയുണ്ടല്ലോ, മകുടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പാണ്ഡം വേഴാമ്പലിൻ്റെ മകുടിയുടെ മുകളിൽ ഒരു കറുത്തപ്പാടുണ്ട്. ഒപ്പം തന്നെ അടിഭാഗം, അത് വയറ് ഭാഗം എല്ലാം വെള്ളയായിരിക്കും, കഴുത്ത് വെളുപ്പുണ്ട്. അതെ, ആ വെളുപ്പുണ്ട്. അതിനൊരു പ്രത്യേകത ആണെന്ന് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. സാർ, ഇതിൻ്റെ ആണിനും പെണ്ണിനും ഒരേ നിറമായിരിക്കുമോ? അത് നമ്മളിപ്പം ഉദാഹരണം കോഴി വേഴാമ്പലിനെ എടുത്തു. കോഴി വേഴാമ്പലിൻ്റെ ആണിൻ്റെ ചുണ്ടിന് പെണ്ണിൻ്റെ ചുണ്ടും ഒരു മഞ്ഞ നിറമായിരിക്കും. പക്ഷേ ആണിൻ്റെ ചുണ്ടിന് അല്പം ചുവന്ന നിറമാണ് എന്നുള്ള വ്യത്യാസം ഉണ്ട്. പിന്നീട് ഇതിനുള്ള പ്രത്യേകതൻ്റെ പ്രജനനകാലത്തെക്കുറിച്ച് നമുക്ക് പറയണം. കാരണം പ്രജനനകാലം മറ്റ് പക്ഷികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്, വളരെ വിചിത്രമാണ് സാർ. അതെ, ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കണേ സാർ. അതെ, പിന്നെ അതിൻ്റെ കാര്യം ചോദിച്ചാൽ ഏറ്റവും ഉയർന്ന മരത്തിലാണ് ഈ വേഴാമ്പലുകൾ കൂട് വെക്കുന്നത്. അതായത് കമ്പകമരം, ചീനിമരം, തോടിൻ്റെ ആറിൻ്റെ ഒക്കെ പിന്നെ അരികിൽ നിൽക്കുന്ന വലിയ ചീനിമരം, ഇലവ് മരം, കമ്പകമരം, ഈ മരത്തിലൊക്കെ ഇത് കൂട് വെക്കുന്നത്. ഉയർന്ന വല്ല ഉയരത്തിൽ കൂട് വെക്കും. അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ ഈ സാധാരണ ഒരു ജീവിക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. ഒപ്പം തന്നെ ഈ കൂടിലേക്ക് ഈ ജനുവരി മുതൽ ഒരു മെയ് മാസം വരെയാണ് ഇതിൻ്റെ പ്രജനന കാലം. അപ്പോൾ ഈ പെൺപക്ഷി ഈ കൂട്ട് കയറി ദ്വാരത്തിൽ കയറി മുട്ടയിട്ടതിന് ശേഷം അതിൻ്റെ കാഷ്ടം കൊണ്ട് ഈ ദ്വാരം അങ്ങ് അടയ്ക്കും. ദ്വാരം അടച്ചിട്ട് ഒരു വര പോലെ ചെറിയൊരു വര മാത്രം കാണും. അതായത് ഇതിൻ്റെ ചുണ്ട് വെളിയിലേക്ക് ഇടണം. ആൺപക്ഷി പുറത്ത് നിൽക്കുന്ന ആൺപക്ഷിക്ക് ഇതിന് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചുണ്ട് മാത്രമേ. അത് എന്തിനാ സാർ ഇങ്ങനെ ചെയ്യുന്നത്? അത് പാമ്പോ മറ്റു കുരങ്ങോ മറ്റേതെങ്കിലും ജീവി ഈ ദ്വാരത്തിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൂട് ഇത്തരത്തിൽ ചെയ്യുന്നത്. കാരണം വേറെ ഒരു ജീവിക്ക് അതിനകത്ത് കയറാൻ സാധ്യമല്ല. അഥവാ എന്തെങ്കിലും ചെറിയ ജീവിനി വന്നാൽ ഒരു കൊത്തു കൊടുത്താൽ മതിയല്ലോ പെൺപക്ഷിക്ക്. അപ്പോൾ ഈ ഇതിനകത്ത് ഇങ്ങനെ അടച്ചതിന് ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ തൂവലുകളും രോമവും എല്ലാം ഇതെല്ലാം കൂടെയെല്ലാം അങ്ങ് പൊഴിച്ച ശേഷം അതിനകത്ത് മുട്ടയിടും. അതിനകത്ത് മുട്ടയിട്ട് ശേഷം മുട്ടയെന്ന് പറഞ്ഞാൽ 1-2 മുട്ട, ഞാൻ 2 മുട്ട കണ്ടിട്ടുള്ളൂ. ഞാനെൻ്റെ ഇപ്പോൾ അടുത്ത കാലത്തല്ല, ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ ഞങ്ങളുടെ വനത്തിൽ ചിറ്റാർ വനത്തിൽ വെച്ച് ഞാനിതിനെ കാണുന്നത്. ഞങ്ങളുടെ കമ്പകമരത്തിൽ ഇതിൻ്റെ കൂട് വെച്ച് അപ്പല്ല ഞാനിതിനെ കാണുന്നത്. അപ്പം ഈ പിന്നെ 2 മുട്ടയെ അന്ന് കണ്ടുള്ളൂ. അത് കണ്ടത് ഈ സാധാരണ വേഴാമ്പലിൻ്റെ മലമുഴക്കിയുടെ അല്ല. പക്ഷേ എന്നിട്ടും നമ്മൾ വനംവകുപ്പ് ജോലി ചെയ്യുന്ന സമയത്ത് ട്രൈബ്സിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 3 മുട്ട കണ്ടിട്ടുണ്ടെന്നും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. വെള്ള മുട്ടയാണ്. അപ്പോൾ ഇതൊരു 48 ദിവസം ആക്കുമ്പോഴേക്കും ഈ മുട്ട വിരിയും. അപ്പോൾ ഈ മുട്ട വിരുന്നതിന് മുമ്പ് ഈ തള്ളയ്ക്ക്, ഈ പെൺപക്ഷിക്ക് ആൺപക്ഷി കൊണ്ടുവന്ന് ഇങ്ങനെ പഴങ്ങളെല്ലാം കൊക്കി നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും. ഓരോന്നോരോന്ന് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇത് കുഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്തെന്നറിയോ, ഈ ചെറിയ തവള, പിന്നെ ഈ തുമ്പികൾ, ഇതിനെല്ലാം പിടിച്ച് കുഞ്ഞിന് കൊടുക്കുക. കാരണം കുഞ്ഞിന് വളർച്ചയ്ക്ക് പ്രോട്ടീനും ആവശ്യം. ആൺപക്ഷി കൊണ്ട് കൊടുക്കാമോ? ആൺപക്ഷി കൊണ്ട് കൊടുക്കും. ആൺപക്ഷി കൊണ്ട് പെൺപക്ഷി കൂട്ടിനകത്തിരിക്കില്ല. സാർ, ഈ ആൺപക്ഷിക്ക് അഥവാ എന്തെങ്കിലും ഒരു അപകടം പറ്റി ഇതങ്ങ് മരിക്കാനിടയായി കഴിഞ്ഞാൽ അത്രയും പക്ഷികൾ മരിച്ചു. വളരെ കഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനകത്തൊരു വളരെ അപകടകരമായ ഒരു കാര്യം. അതുകൊണ്ട് ഇതിന് എവിടെയെങ്കിലും ഈ വേഴാമ്പൽ കൂടുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുകയും അതിനാവശ്യം മതിയായ സംരക്ഷണം നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. കൂടുതൽ അവയർനെസ് ഒക്കെ ബാക്കിയുള്ളവർക്ക്, പ്രത്യേക ട്രൈബ്സിനിടയിൽ. ഈ ട്രൈബ്സ് എല്ലാവരെയും പറയുന്നില്ല, പക്ഷേ ട്രൈബ്സ് ഇതിനെ പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല ഒരു നല്ല അവയർനെസ് അവരുടെ കൊടുക്കണം. അങ്ങനെ ഈ പക്ഷിയെ നമുക്ക് തീർച്ചയായിട്ടും ഈ പക്ഷിയെ, ഈ വേഴാമ്പലുകളെ നമുക്ക് സംരക്ഷിക്കണം. നമ്മുടെ ഈ ജീവിക്കും ഈ ഭൂമി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. നമ്മുടെ ആവശ്യമാണ് അത് ജീവിച്ചിരിക്കേണ്ടത്. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ഈ പക്ഷിയും വളരെ നിർണായകമായിട്ടുള്ള സഹായമാണ് നൽകുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് പൊതുവായ ഒരു കാര്യം പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇത് ഈ പറന്ന് വെളിയിലിറങ്ങി കൊത്തിപ്പൊട്ടിക്കും. വളരെ കൊത്തിപ്പൊട്ടിക്കാൻ ഈ ദ്വാരം കൊത്തിപ്പൊട്ടിക്കാൻ വലിയ പ്രയാസം കേട്ടോ. വലിയ ഉറച്ച അത്രമാത്രം ഇത് വളരെ ഉറപ്പുള്ള കൊത്തിപ്പൊട്ടിച്ച് വെളി വന്നു കഴിഞ്ഞിട്ട് ഇതിനെ പറക്കാൻ പഠിപ്പിക്കും. ഇത് ആൺപക്ഷിയും പെൺപക്ഷിയും കൂടെ പറക്കാൻ പഠിപ്പിക്കുന്നത് ഇതിനെ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പറക്കാൻ പഠിപ്പിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം. അതൊക്കെ കുട്ടികളെ, അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെ പറക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ
നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് എന്ന് പോലും ഈ കിളികളൊക്കെ അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് പറക്കാൻ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പിന്നെ ഓരോ ഭക്ഷണം അത് കഴിക്കാൻ പഠിപ്പിക്കുന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സത്യത്തിൽ നമ്മളും അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോഴേ വളരെ വിചിത്രമായ വേഴാമ്പലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശ്രീ ചിറ്റാർ ആനന്ദൻ സാറിന് വളരെ നന്ദി സർ. നമസ്കാരം.